ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തു അല്ലേ. ഇന്ന് ഞാൻ പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റാണ് ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നെവിൽ ഗോഡാർഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ലോ ഓഫ് അസംഷൻ. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. നമ്മളുടെ ഫ്രീക്വൻസിയും ആ വസ്തുവിൻ്റെ ഫ്രീക്വൻസിയും മാച്ചിങ് ആകുമ്പോൾ നമ്മളിലേക്ക് അത് വരുന്നു. അപ്പോൾ അവിടെ ഞാനും എൻ്റെ ആഗ്രഹവും രണ്ടാണ് അല്ലേ, എനിക്കത് വേണം എന്നുള്ളൊരു സ്റ്റേറ്റാണ്. ലോ ഓഫ് അസംഷൻ പറയുന്നതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻഡിൽ നിന്നാണ് ലോ ഓഫ് അസംഷൻ തുടങ്ങുന്നത്. അതായത് നമ്മൾ എന്താവണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നമുക്ക് ഇപ്പം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ് ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു പണക്കാരനാവാനാണ് ആഗ്രഹമെങ്കിൽ ഞാനിപ്പോഴും പണക്കാരൻ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ പ്രിറ്റൻഡ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ ജീവിക്കുക. അപ്പം എൻ്റെ ഒരു ജോലി വേറൊരു ജോലി എനിക്ക് കിട്ടി, ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് എനിക്ക് മാറണം. അപ്പോൾ ആ ജോലിയിലേക്ക് മാറാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെയുള്ള എല്ലാ വർക്കുകളെല്ലാം തീർത്തിട്ട് നമ്മൾ അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എനിക്ക് കിട്ടി എന്നുള്ള അസംഷനിൽ നെക്സ്റ്റ് എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനാണ് ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനേക്കാളും ഒരു പടി നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്.